ഏതായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൽമുഹ ഇൻദ റബ്ബി അലൈഹി സ്വലാം. ഇൽമുഹ അതിനെക്കുറിച്ചുള്ള ഇൽമ്. ഏതിനെക്കുറിച്ചുള്ള? അൽ ഖുറൂനുൽ ഊല, ഖുറൂനുൽ ഊലയെ കുറിച്ചുള്ള ഇൽമ്. ഖാല ഇൽമുഹ അൽ ഖുറൂനുൽ ഊലയെ കുറിച്ചുള്ള ഇൽമ് ഇൻദ റബ്ബി, എൻ്റെ റബ്ബിങ്കലാണ്, എൻ്റെ റബ്ബിങ്കലാണ്. ഇൻദ റബ്ബി ഫി കിതാബിൻ. ഫി കിതാബിൻ എന്ന് പറഞ്ഞാൽ, കിതാബ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്തൂബ്, എഴുതപ്പെട്ടത്, രേഖ. രേഖ. കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്തൂബ്, എഴുതപ്പെട്ടത് എന്നാണ്. ഇലാഹ് മഹ്ലു, ആരാധിക്കപ്പെടുന്നവൻ. കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെടുന്നത്, എഴുതപ്പെട്ടത്. കിതാബ് എന്താണ്? ഒന്നുകിൽ അല്ലൗഹ്, അല്ലൗഹ്, അല്ലെങ്കിൽ വേറൊരു ഒരു കിതാബുണ്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞായിട്ട് പറഞ്ഞില്ലേ, ഇന്ന റബ്ബി കതബ ഫി കിതാബിൻ, ഇന്ന റബ്ബി കതബ ഫി കിതാബിൻ വഹുവ ഇൻദഹു ഫൗഖൽ അർശ്, വഹുവ ഇൻദഹു ഫൗഖൽ അർശ്. എന്തായാലും എഴുതിയത് ഇന്ന റഹ്മത്തി സബഖത് ഗദബി. അവിടെ ഒരു കിതാബുണ്ട്, അർഷിന് മുകളിൽ ഫൗക്കൽ അർഷിൽ ഒരു കിതാബുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട്, കതബ ഫി കിതാബിൻ, എൻ്റെ റബ്ബ് ഒരു കിതാബിൽ എഴുതി, ഒരു കിതാബിൽ എഴുതി. കതബ കിതാബ് എന്നുണ്ട്, കതബ ഫി കിതാബിൻ വഹുവ ഇൻദഹു ഫൗക്കൽ അർഷ്. ആ കിതാബ് എവിടെയുള്ളത്? അള്ളാഹിൻ്റെ അടുക്കൽ അർഷിന് മീതെയാണ്, അർഷിന് മുകളിലാണ്. എന്താണ് എഴുതിയത്? ഇന്ന റഹ്മത്തി, എൻ്റെ കാരുണ്യം, സബഖത്ത് ഗദബി, എൻ്റെ കോപത്തെ മികച്ചിരിക്കുന്നു, മികച്ചിരിക്കുന്നു. അപ്പോൾ അത് ഒരു കിതാബിലാണുള്ളത്. ആ കിതാബ് ഇവിടെയാണ്, അർഷിന്മേലാണ്. പിന്നെ ലൗഹ എന്താണ്? കിതാബാണ്. കിതാബും മക്നൂൻ, ഫീ കിതാബി മക്നൂൻ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇൽമുഹ, ആ ഖുറൂനുൽ ഊല, അതിനെക്കുറിച്ചുള്ള ഇൽമ് ഇൻദ റബ്ബി, എൻ്റെ റബ്ബിങ്കലാണ്. ഫി കിതാബിൻ, ഒരു കിതാബിൽ, രേഖയിൽ, കിതാബിൽ. ലാ യദില്ലു റബ്ബി വലാ യൻസ. എന്താ ലാ യദില്ലു റബ്ബി? എൻ്റെ റബ്ബ് ലാ യദിൽ. എന്താ ലാ യദില്ലു പറഞ്ഞാൽ? ദുൽമല്ല. എൻ്റെ റബ്ബിന് പിഴക്കുക എന്നുള്ളതല്ല, റബ്ബിൽ നിന്ന് പോയി പോകുക എന്നുള്ളതാണ്. പോയി പോവുക. ലാ യദില്ലു റബ്ബി എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ലാ യദ്ഹബു മിൻഹു സഗീറുൻ വല കബീർ, ചെറുതോ വലുതോ എന്തെയില്ല, പോയി പോകൂല. ആ അർത്ഥത്തിലാണ് ലാ യദില്ലു റബ്ബി, എൻ്റെ റബ്ബിന്. പിന്നെ വലാൽ എന്ന് പറഞ്ഞെങ്കിൽ എല്ലായിടത്തും പിഴവ് എന്നുള്ള അർത്ഥമല്ല, വഴികേട് എന്നുള്ള അർത്ഥമല്ല. പിന്നെയോ വലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ അറിവിൽ നിന്ന് പോവുക എന്നുള്ള അർത്ഥമാണ്, അത് ഉണ്ടാവില്ല. വലയൻസ, അവിടെ വലയൻസ എന്ന് പറഞ്ഞാൽ എന്താ? വലയൻസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുപോവുക എന്നുള്ള അർത്ഥമില്ല. നസിയാൻ എന്നുള്ളതിന് മറക്കുക എന്നർത്ഥമുണ്ട്. വലയൻസ എന്ന് പറഞ്ഞാൽ മറവി ബാധിക്കൂല എന്ന് പറഞ്ഞവരുണ്ട്, മറവി ഏൽക്കൂല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ പിന്നെ നസിയ എന്നുള്ളതിന് തെറക്ക് എന്നർത്ഥമുണ്ട്, തറക്ക, ഉപേക്ഷിച്ചു. അപ്പോൾ വലയൻസ എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളതും ഇല്ല. ഒരു വിഷയവും റബ്ബിൽ നിന്ന് പോയി പോവുക, റബ്ബിന് ഉപേക്ഷ വരിക, അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്.